തമിഴകത്ത് രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാകുന്നു. എംഎൽഎമാരെ കാണാൻ ശശികലയും പനീർസെൽവവും കുവത്തൂരിലെ റിസോർട്ടിലെത്തും. ശശികല കുവത്തൂരിലെ റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പനീർസെൽവവും ഉടൻ എത്തുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. വിവരങ്ങളുമായി മനുശങ്കർ ചേരുകയാണ്. മനു, ശശികല എത്തിയ എംഎൽഎമാരുമായുള്ള കൂടിക്കാഴ്ച ഏതാണ്ട് അരമണിക്കൂറോളം പിന്നിടുന്നു. കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴും യോഗം പുരോഗമിക്കുകയാണ്. ഗവർണർ ഇതുവരെയും കൂടിക്കാഴ്ചയ്ക്ക് ഒരു സമയം അനുവദിച്ചിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പരസ്യ സമര രീതിയിലേക്ക് അണ്ണാ-ഡി-എം-കെ ശശികല വിഭാഗം കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള തുടർ നീക്കങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുന്നത്. കഴിഞ്ഞ ദിവസം 3 മണിക്കൂറോളം നീണ്ടുനിന്ന് 128 എംഎൽഎമാരുമായി ഗോൾഡൻ ബേ റിസോർട്ടിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശശികലയ്ക്ക് പകരം മറ്റൊരു നിയമസഭാകക്ഷി നേതാവിനെ മുൻനിർത്തിക്കൊണ്ട് വീണ്ടും ഗവർണർ മുമ്പാകെ സമീപിക്കാനാണ് ശശികല തീരുമാനിച്ചിരുന്നതെങ്കിലും ഇതുവരെയും ഗവർണർ സമയം അനുവദിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈ ജയലളിതയുടെ സമാധി മണ്ഡപത്തിൽ സത്യാഗ്രഹം ഇരിക്കുമെന്നാണ് ശശികല വൃത്തങ്ങൾ അറിയിക്കുന്ന സൂചനകൾ. ശശികല തന്നെ നേരിട്ട് സത്യാഗ്രഹത്തിനെത്തി ഒരു വൈകാരികമായ സമര രീതിയിലേക്ക് കടക്കാനാണ് നീക്കം. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുന്നത്. കഴിഞ്ഞ ദിവസം യോഗം ചേർന്നപ്പോൾ 40 എംഎൽഎമാർ ശശികല വീണ്ടും നിയമസഭാകക്ഷി നേതാവായി തുടർന്ന് പിന്നീട് ഗവർണർ മുമ്പാകെ സമീപിക്കുന്നതിനെ എതിർത്തിരുന്നു. ഇതിനെ തുടർന്നാണ് മറ്റൊരു അടുത്ത അനുയായിയെ നിയമസഭാകക്ഷി നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുകയും ചെയ്തത്. അതേസമയം പനീർസെൽവം കൂടി ഈ ഗോൾഡൻ ബേ റിസോർട്ടിലേക്ക് എത്തിയേക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. 20 എംഎൽഎമാർ ശശികലയ്ക്ക് കഴിഞ്ഞ ദിവസം പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന 128 എംഎൽഎമാരിൽ 20 എംഎൽഎമാർ കൂടി പനീർസെൽവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്താൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് പനീർസെൽവം ക്യാമ്പിലെ നേതാക്കൾ വാദിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പനീർസെൽവം റിസോർട്ടിനകത്തെത്തി എംഎൽഎമാരുമായി കൂടിക്കാഴ്ച നടത്താൻ അനുവദിക്കില്ലെന്നാണ് ശശികലയുമായി അടുത്ത് നിൽക്കുന്ന നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ മുഖ്യമന്ത്രി കൂടിയായ പനീർസെൽവത്തിന് റിസോർട്ടിനകത്ത് എത്തുന്നത് ഈ എംഎൽഎമാർ തടയും എന്ന് പറയുമ്പോൾ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കും ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്കും ഈ റിസോർട്ടിന് മുമ്പിലും സാധ്യതകളുണ്ട്. കൂടുതൽ പോലീസുകാരെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ആദ്യം മാധ്യമ പ്രവർത്തകരെയും മറ്റും ഈ ശശികലയെ അനുകൂലിക്കുന്ന നേതാക്കൾ തടഞ്ഞിരുന്നു. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് പോലും തടയുകയും ഇവരോട് എവിടെ നിന്ന് മാറിപ്പോകണമെന്ന് ആക്രോശിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഇതിനുശേഷം പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കുകയും ചെയ്തത്. എന്തായാലും കൂടിക്കാഴ്ച അരമണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇനിയും നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. ഒരു സത്യാഗ്രഹ മാർഗത്തിലേക്കൊക്കെ ശശികല കടക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അഞ്ജു, മനു, ഈ ഒരു ഘട്ടം വരെ മൗനം തുടരുന്ന ഗവർണറുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നടപടി ഇനിയും ഇല്ലെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വരുന്ന മണിക്കൂറുകളിൽ എന്തെങ്കിലും നിർണായകമായ ഒരു ഇടപെടൽ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ വേണോ പ്രതീക്ഷിക്കാൻ? ഈ സുപ്രീം കോടതി ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിധി പറഞ്ഞതിന് ശേഷം സർക്കാർ രൂപീകരണത്തിന് ക്ഷണിച്ചാൽ മതി എന്നാണ് നിയമോപദേശം ഗവർണർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ ഒരു സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച സുപ്രീം കോടതി വിധി വരില്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. തിങ്കളാഴ്ചത്തെ കേസുകളുടെ ലിസ്റ്റിൽ അനധികൃത സ്വത്ത് സമ്പാദന കേസ് ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനാൽ ഇനി വരുന്ന ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം മാത്രമേ ഇക്കാര്യത്തിൽ കോടതി വിധി പറയുകയുള്ളൂ. അതുവരെയും സർക്കാർ രൂപീകരണം നീട്ടിക്കൊണ്ടു പോകാനുള്ള നിർദ്ദേശമാണ് ഗവർണർക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള നീക്കങ്ങളുമാണ് നടത്തുന്നത്. ഇതിനെ തുടർന്നാണ് ശശികലയ്ക്ക് പോലും കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകാതെ ഗവർണർ സമയം അനുവദിക്കാൻ പോലും തയ്യാറാകാതിരുന്നതും. ഈ ഒരു സാഹചര്യത്തിലും സുബ്രഹ്മണ്യൻ സ്വാമിയുമായി കഴിഞ്ഞ ദിവസം ഗവർണർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ സുബ്രഹ്മണ്യൻ സ്വാമി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ മുമ്പാകെ വ്യക്തമാക്കിയിരുന്നത് ശശികലയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ സമയം അനുവദിക്കണം എന്നതാണ്. എന്നാൽ ഈ സുബ്രഹ്മണ്യൻ സ്വാമിയെ തള്ളിക്കൊണ്ട് എന്ന് ബി.ജെ.പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എച്ച് രാജ രംഗത്തെത്തിയിട്ടുണ്ട്. നിലവിലെ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വാദങ്ങളൊന്നും തങ്ങളുടേതല്ല എന്നാണ് ബി.ജെ.പി ദേശീയ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ നിലവിലെ നീക്കങ്ങൾ എന്ത് എന്ന് വ്യക്തമാവുകയാണ്. പനീർസെൽവത്തിന് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ഒരു അവസരം നൽകുക എന്ന നീക്കത്തിലേക്കാണ് ഗവർണർ കടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഡി.എം.കെയുടെ 89 എംഎൽഎമാരും കോൺഗ്രസിന്റെ 8 എംഎൽഎമാരും പിന്തുണയ്ക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ മിനിമം സീറ്റായ 117 സീറ്റുകൾ എന്ന കടമ സുഗമമായി കടക്കാനും പനീർസെൽവത്തിന് സാധിക്കും. അത്തരമൊരു സാധ്യതയും കരുനീക്കവുമാണ് ഗവർണറും നടത്തുന്നത്. ഇത് എങ്ങനെ ഇനി ശശികല മറികടക്കും? പരസ്യ എതിർപ്പിലേക്കും സമര രീതിയിലേക്കും നീങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അഞ്ജു, ശരി, വ്യക്തമാണ്. തമിഴ് രാഷ്ട്രീയം കുഴഞ്ഞു മറിയുകയാണ്. വിവരങ്ങളാണ് മനുശങ്കർ നൽകിയത്. ജിഷ്ണു പ്രണോയിയുടെ മരണത്തിൽ പാമ്പാടി നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ അടക്കം 5 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കും. പ്രിൻസിപ്പൽ വരദരാജൻ, വൈസ് പ്രിൻസിപ്പൽ എൻ കെ ശക്തിവേൽ, അധ്യാപകൻ സി പി പ്രവീൺ, പരീക്ഷാ സെൽ അംഗങ്ങളായ വിപിൻ, വിമൽ എന്നിവർക്കെതിരെയാണ് കേസ്.
ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് തൃശൂർ റൂറൽ SP N വിജയകുമാർ പറഞ്ഞു. യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ കോപ്പിയടിച്ചുവെന്ന വ്യാജ ആരോപണത്തിന്റെ പേരിൽ ജിഷ്ണുവിനെ മാനസിക പീഡനത്തിന് ഇരയാക്കിയെന്ന് കണ്ടെത്തിയതോടെയാണ് കോളേജ് അധികൃതർക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. സംഭവത്തിൽ ആരോപണ വിധേയനായ വൈസ് പ്രിൻസിപ്പൽ NK ശക്തിവേൽ, പരീക്ഷാ ഹാളിലെ ഇൻവിജിലേറ്റർ CP പ്രവീൺ എന്നിവർക്ക് പുറമെ പ്രിൻസിപ്പൽ വരദരാജൻ, പരീക്ഷാ സെൽ അംഗങ്ങളായ വിപിൻ, വിമൽ എന്നിവർക്കെതിരെയും കേസെടുക്കും. കോപ്പിയടി നടന്നുവെന്ന് ആരോപിച്ച പരീക്ഷാ ഹാളിലും ഇടിമുറിയിലും നടത്തിയ ശകാരമാണ് ആത്മഹത്യയ്ക്ക് കാരണമായതെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. ജിഷ്ണുവിനൊപ്പം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മൊഴികളും ശാസ്ത്രീയ തെളിവുകളും പരിശോധിച്ച വ്യക്തത വരുത്തിയാണ് പോലീസ് കോളേജ് ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത്. കോപ്പിയടി നടന്നതായി കണ്ടെത്താനായില്ലെന്ന സാങ്കേതിക സർവകലാശാലയുടെ റിപ്പോർട്ടും പോലീസ് പരിഗണിച്ചു. 5 പേരെയും ഉടൻ കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് തൃശൂർ റൂറൽ SP N വിജയകുമാർ പറഞ്ഞു. ജിഷ്ണുവിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ കേസെടുക്കുക എന്ന ബന്ധുക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രധാന ആവശ്യം കോളേജ് അധികൃതരുടെ അറസ്റ്റോടെ നടപ്പാകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജല അതോറിറ്റിയുടെ ഭൂമിയിൽ സ്ഥാപിച്ച ലോ അക്കാദമിയുടെ പ്രധാന കവാടം റവന്യൂ അധികൃതരുടെ നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റി. കവാടം പൊളിച്ചുമാറ്റാനായി അക്കാദമിക്ക് അനുവദിച്ച സമയം അവസാനിച്ചതിനെ തുടർന്നായിരുന്നു നടപടി. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് നൽകിയ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലും ബാങ്കും ഒഴിപ്പിക്കുന്നതിനായി നാളെ നോട്ടീസ് നൽകുമെന്ന് തഹസിൽദാർ അറിയിച്ചു. ജല അതോറിറ്റിയുടെ പുറമ്പോക്ക് ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന ലോ അക്കാദമിയുടെ പ്രധാന കവാടമാണ് റവന്യൂ അധികൃതരുടെ നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റിയത്. 24 മണിക്കൂറിനകം കവാടം പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് വെള്ളിയാഴ്ച വൈകിട്ട് കളക്ടർ മാനേജ്മെന്റിന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ കവാടത്തിലെ ഗേറ്റ് ഇളക്കി മാറ്റുക മാത്രമാണ് മാനേജ്മെന്റ് ചെയ്തത്. അനുവദിച്ച സമയം അവസാനിച്ച സാഹചര്യത്തിലാണ് റവന്യൂ അധികൃതരുടെ നടപടി. കവാടത്തോട് ചേർന്നുള്ള സെക്യൂരിറ്റി ക്യാബിനും അക്കാദമിയുടെ പ്രധാന ബോർഡും എടുത്തുമാറ്റി. ഇതിന്റെ എല്ലാം ചിലവ് മാനേജ്മെന്റിൽ നിന്ന് ഈടാക്കും. പ്രധാന കവാടം മുതൽ 150 മീറ്ററിലേറെയുള്ള ജല അതോറിറ്റിയുടെ പുറമ്പോക്കാണ് അക്കാദമി കയ്യേറിയിരുന്നത്. അക്കാദമിക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി നൽകിയ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലും ബാങ്കും ഒഴിപ്പിക്കുന്നതിനായി നാളെ നോട്ടീസ് നൽകുമെന്ന് തഹസിൽദാർ KR മണികണ്ഠൻ പറഞ്ഞു. ബാങ്കിന്റെയും ഹോട്ടലിന്റെയും അതെല്ലാം ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് നാളെ നോട്ടീസ് കൊടുക്കുന്നുണ്ട്. നിയമപ്രകാരം 14 ദിവസം സമയം നൽകാം. അക്കാദമി പരിസരത്തുള്ള ക്വാർട്ടേഴ്സുകൾ ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടിയ ശേഷം നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് 1 മാസത്തോളം അടഞ്ഞുകിടന്ന ലോ അക്കാദമിയിൽ നാളെ ക്ലാസുകൾ പുനരാരംഭിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കണ്ണൂർ അഴീക്കൽ പാമ്പാടി ക്ഷേത്രത്തിൽ അയിത്തമുണ്ടെന്ന BJP പ്രചാരണം പൊളിയുന്നു. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളുടെ അടക്കം ആരാധന നടത്തുന്ന ക്ഷേത്രത്തിൽ തങ്ങൾക്ക് യാതൊരു വിവേചനവുമില്ലെന്ന് ദളിത് വിഭാഗത്തിലുള്ളവർ വ്യക്തമാക്കി. കണ്ണൂർ അഴീക്കൽ പാമ്പാടി ആലിൻകീഴ് ക്ഷേത്രത്തിൽ അയിത്തവും തൊട്ടുകൂടായ്മയുമുണ്ടെന്ന BJP പ്രചാരണം പൊളിയുകയാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടക്കമുള്ളവർ ആരാധനയ്ക്കെത്തുന്ന ക്ഷേത്രത്തിൽ തങ്ങൾക്ക് യാതൊരു അയിത്തവും അനുഭവപ്പെട്ടിട്ടില്ലെന്ന് പുലയ സമുദായത്തിൽ ഉൾപ്പെട്ടവരും സമ്മതിക്കുന്നു. പട്ടികജാതിക്ക് പ്രവേശിക്കുന്നതിന് ഒരു വിലക്കും ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഇത്. ഐറ്റം ഉണ്ട് എന്നുള്ളത് പറഞ്ഞുണ്ടാക്കുന്നതാണ്. 2 മരുമക്കളുടെ കല്യാണം ഇവിടെ നടത്തിയത്. ഇപ്പൊ തുലാഭാരം തൂക്കിയതും എന്റെ ഒരു ഇവിടുന്ന് കല്യാണം കഴിച്ച മരുമകളുടെ കുട്ടീനെയാണ്. നാട്ടുകാരിൽ തെറ്റിദ്ധാരണ പരത്തി സാമുദായിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും വിധമായിരുന്നു പുലയരെ വിലക്കുന്നു എന്ന പ്രചാരണം BJP നേതൃത്വം സംഘടിപ്പിച്ചത്. ഇന്ന് രാവിലെ വരെ ഈ സമുദായത്തിൽ ഉൾപ്പെട്ടവർ ക്ഷേത്രത്തിൽ തുലാഭാരമടക്കം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതേസമയം അഴീക്കൽ പാമ്പാടി ആലിൻകീഴ് ക്ഷേത്രത്തിൽ അയിത്തവും തൊട്ടുകൂടായ്മയുമുണ്ടെന്ന BJP പ്രചാരണം ശരിയാണോ എന്ന് പരിശോധിക്കാൻ CPIM ജില്ലാ സെക്രട്ടറി PJ രാജൻ ക്ഷേത്രം സന്ദർശിച്ചു. ക്ഷേത്രത്തിൽ അയിത്തവും തൊട്ടുകൂടായ്മയുമുണ്ടെന്ന BJP പ്രചാരണം തെറ്റിദ്ധാരണ പരത്താനാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി PJ രാജൻ പറഞ്ഞു. AKG സെന്ററിന് മുന്നിൽ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ച കുമ്മനം രാജശേഖരൻ എന്തുകൊണ്ടാണ് ക്ഷേത്രം സന്ദർശിക്കാതിരുന്നതെന്നും ആയിരക്കണക്കിന് ആളുകളുടെ പ്രതിഷേധമുയരുമെന്ന് അദ്ദേഹത്തിന് അറിയാമെന്നും PJ രാജൻ പറഞ്ഞു. AKG സെന്ററിന് മുമ്പിൽ സമരം നടത്തും എന്നൊക്കെയാണ് ഭീഷണി. ഇവിടെ തൊട്ടുകൂടായ്മയുണ്ട്, അയിത്തമുണ്ട് എന്ന നിലക്കെല്ലാമുള്ള പരാതികൾ പുറത്ത് പ്രചരിപ്പിക്കുക. ഇവിടെ വന്ന് അന്വേഷിക്കാതെയാണ് BJPയുടെ നേതാവ് ഇത്തരമൊരു പ്രസ്താവന കണ്ണൂരിൽ വന്ന് നടത്തിയത്. അദ്ദേഹം ഞങ്ങളെപ്പോലെ ഈ ക്ഷേത്രം സന്ദർശിക്കണമായിരുന്നു. കണ്ണൂരിൽ സാമുദായിക ഭിന്നിപ്പുണ്ടാക്കി വിദ്വേഷവും ശത്രുതയും വളർത്തി നാട്ടിൽ കലാപമുണ്ടാക്കാനുള്ള BJP ശ്രമത്തിന് വീണ്ടും തിരിച്ചടിയേൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. നമുക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നും ഒന്നിച്ചു പോകേണ്ടവരാണ് നമ്മളെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനോട് ബഹ്റൈൻ രാജാവ് ഷെയ്ഖ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ. ബഹ്റൈൻ രാജാവിന്റെ കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് ബഹ്റൈൻ രാജാവ്
പിണറായി വിജയനോട് ഇക്കാര്യം പറഞ്ഞത്. രാജാവുമായുള്ള കൂടിക്കാഴ്ച 40 മിനിറ്റോളം നീണ്ടുനിന്നു. ബഹ്റിൻ രാജാവിന്റെ കൊട്ടാരത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ചത്. കൂടിക്കാഴ്ചയ്ക്കിടയിൽ കേരളം നേരത്തെ ബഹ്റിൻ പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ച 7 പ്രധാന ആവശ്യങ്ങളുടെ പട്ടിക മുഖ്യമന്ത്രി ബഹ്റിൻ രാജാവിനും നൽകി. തുടർന്ന് കേരളം സന്ദർശിക്കാനും ക്ഷണിച്ചു. ക്ഷണം വൈകാതെ പരിഗണിക്കാമെന്ന് രാജാവ് അറിയിച്ചു. പിച്ചവെച്ച് നടന്ന കാലം മുതൽ മലയാളികളുമായുള്ള ബന്ധത്തെ അനുസ്മരിച്ച രാജാവ് ഇന്ത്യ ഏറെ പ്രിയപ്പെട്ട രാജ്യമാണെന്നും അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ ബഹ്റിൻ ആശുപത്രി തുറക്കണമെന്നും ബഹ്റിനിൽ കേരളത്തിനൊരു എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കാൻ അനുമതി നൽകണമെന്നുമുള്ള ആവശ്യങ്ങളാണ് മുഖ്യമന്ത്രി രാജാവിന്റെ പരിഗണനയ്ക്കായി സമർപ്പിച്ചത്. ഇന്ത്യൻ അംബാസിഡർ അലോക് കുമാർ സിൻഹ, പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോ, മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ്, മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, RP ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ രവി പിള്ള, MA അഷ്റഫ് അലി, വർഗീസ് കുര്യൻ, സോമൻ ബേബി എന്നിവരും മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ബഹ്റിൻ കിരീടാവകാശിയുടെ കോർട്ട് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ ദായിജ് അൽ ഖലീഫ ഒരുക്കിയ വിരുന്നിലും മുഖ്യമന്ത്രിയും സംഘവും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബഹ്റിൻ. പ്രവാസികളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബഹ്റിനിൽ കേരളീയ സമാജം ഒരുക്കിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രവാസികളുടെ എല്ലാ പ്രശ്നങ്ങളിലും കൈത്താങ്ങായി സർക്കാർ കൂടെയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രവാസികളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ്. പ്രവാസികൾക്ക് നിയമസഹായം, ജോലി നഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം എന്നിങ്ങനെ നിരവധി പദ്ധതികൾ സർക്കാർ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പ്രവാസികളുടെ മറ്റനേകം പ്രശ്നങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ നിങ്ങൾ ഉയർത്തിയിട്ടുള്ളതാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ ഓരോന്നായി സ്വീകരിക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നാട്ടിലേക്ക് വരുന്നവരെ നല്ല രീതിയിൽ പുനരുദ്ധരിപ്പിക്കാനുള്ള ശ്രദ്ധയുണ്ടാവണമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോ, ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി മീര സിസോദിയ, മാധ്യമപ്രവർത്തകൻ സോമൻ ബേബി, സംഘാടക സമിതി കൺവീനർ CV നാരായണൻ, കേരളീയ സമാജം സെക്രട്ടറി വീരമണി, വിവിധ സംഘടനാ ഭാരവാഹികളായ KM മഹേഷ്, SV ജലീൽ, ബിജു മലയൽ, രാജു കല്ലുംപുറം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആയിരക്കണക്കിന് പേരാണ് മുഖ്യമന്ത്രിക്ക് സ്വീകരണം നൽകാനായി കേരളീയ സമാജത്തിലെത്തിയിരുന്നത്. ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. ബഹ്റൈനിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ചത് രാഷ്ട്രത്തലവന് ലഭിക്കുന്ന സ്വീകരണം. ക്രൗൺ പ്രിൻസ് കോർട്ടിന്റെ പ്രസിഡന്റ് ഒരുക്കിയ അത്താഴ വിരുന്നിൽ ശ്രദ്ധേയമായത് അരിവാൾ ചുറ്റിക ആലേഖനം ചെയ്ത കേക്കായിരുന്നു. ഇന്ത്യയോടും കേരളത്തോടുമുള്ള ആദരവ് വ്യക്തമാക്കി ഒരുക്കിയ ത്രിവർണമുള്ള കേക്കും കഥകളി ആലേഖനം ചെയ്ത കേക്കും ശ്രദ്ധേയമായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബഹ്റിൻ സന്ദർശനം ചരിത്ര സംഭവമായപ്പോൾ ആദരിക്കപ്പെട്ടത് കേരളവും മലയാളികളുമാണ്. ഇതാദ്യമായാണ് ഇത്രയും മുതിർന്ന തലത്തിൽ കേരളവും ബഹ്റിനും തമ്മിൽ ആശയവിനിമയം നടക്കുന്നത്. രാജാവും പ്രധാനമന്ത്രിയും ക്രൗൺ പ്രിൻസും മുഖ്യമന്ത്രിയുമായും കേരള പ്രതിനിധി സംഘവുമായും പ്രത്യേകം ആശയവിനിമയം നടത്തി. ബഹ്റിൻ ചരിത്രത്തിൽ ഇത്രയും വിസ്തൃതമായ കൂടിക്കാഴ്ചകൾ മൂവരും നടത്തിയിട്ടില്ല. ബഹ്റിൻ ഭരണകൂടത്തിന്റെ സ്ഥാനക്രമത്തിൽ രാജാവിനും പ്രധാനമന്ത്രിക്കും തൊട്ടുനിൽക്കുന്ന സ്ഥാനമാണ് ക്രൗൺ പ്രിൻസിന്റേത്. സുപ്രധാന ഭരണ തീരുമാനമുണ്ടാകുന്ന ക്രൗൺ പ്രിൻസ് കോർട്ടിന്റെ അധ്യക്ഷനും ബഹ്റിൻ രാജാവിന്റെ പുത്രനുമായ ഷെയ്ഖ് ഖലീഫ ബിൻ സെയ്ജ് കേരള മുഖ്യമന്ത്രിക്കും പ്രതിനിധി സംഘത്തിനും സന്ദർശനത്തിന്റെ സമാപന ദിവസം വിരുന്നൊരുക്കി. മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ പ്രതിനിധി സംഘത്തെയും ആശ്ചര്യപ്പെടുത്തുന്ന ഊഷ്മളതയും സൌഹാർദ്ദവുമാണ് വിരുന്നിലുണ്ടായത്. പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും ആദരിച്ചുകൊണ്ട് അരിവാൾ ചുറ്റികയും ലാൽസലാമും ആലേഖനം ചെയ്ത കേക്കായിരുന്നു വിരുന്നിന്റെ മുഖ്യ ആകർഷണം. ഇന്ത്യയോടുള്ള ബഹ്റിന്റെ ആദരവ് വ്യക്തമാക്കുന്ന ത്രിവർണ്ണ നിറത്തിലുള്ള കേക്കും കഥകളി ചിത്രം ആലേഖനം ചെയ്ത കേക്കും സ്നേഹോഷ്മളതയുടെ ആഴവും പരപ്പും വ്യക്തമാക്കുന്നതായിരുന്നു. ബഹ്റൈനിലെ മുതിർന്ന മന്ത്രിമാർ മുഖ്യമന്ത്രിക്കൊപ്പം കേക്കിനടുത്തുനിന്ന് ഫോട്ടോ എടുത്തു. മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബൈ സന്ദർശിച്ചപ്പോൾ അണികൾ മുദ്രാവാക്യം വിളിച്ചതിനെ വിമർശിച്ച് മാധ്യമ റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ ഈ സംഭവം ഏറെ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. വിരുന്നിനിടെ ക്രൗൺ പ്രിൻസ് കോർട്ടിന്റെ അഡ്മിനിസ്ട്രേറ്റർ മുഖ്യമന്ത്രി ക്രൗൺ പ്രിൻസിന് സമർപ്പിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഉറപ്പ് കൈമാറി. മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല, നളിനി നെറ്റോ, ജോൺ ബ്രിട്ടാസ്, MA യൂസഫ് അലി, രവി പിള്ള, വർഗീസ് കുര്യൻ, സോമൻ ബേബി, അഷറഫ് അലി തുടങ്ങിയവരും വിരുന്നിൽ പങ്കെടുത്തു. ബഹ്റിൻ സന്ദർശനവേളയിൽ ബഹ്റിൻ വാണിജ്യ വ്യവസായ മന്ത്രി സയ്യിദ് ആർ അൽസയാനി മുഖ്യപ്രഭാഷണം നടത്തിയ ബഹ്റിൻ കേരള വ്യവസായ നിക്ഷേപക സമ്മേളനവും കൌതുകകരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. സ്വദേശ വിദേശ വ്യവസായികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു മോഡറേറ്റർ.
ബഹ്റിൻ വാണിജ്യ വ്യവസായ മന്ത്രിയുടെ മുതുമുത്തച്ഛന് ഇന്ത്യയുമായുള്ള ബന്ധം ജോൺ ബ്രിട്ടാസ് വിവരിച്ചത് മന്ത്രിയുടെ കണ്ണു നനയിച്ചു. ബ്രിട്ടീഷുകാരാൽ നാടുകടത്തപ്പെട്ടയാളായിരുന്നു ബഹ്റിൻ മന്ത്രിയുടെ മുതുമുത്തച്ഛൻ. പ്രവാസവാസത്തിന് അദ്ദേഹം തെരഞ്ഞെടുത്തത് ബോംബെയായിരുന്നു. ബോംബെയിൽ വന്ന അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ കേസ് നടത്തി. അദ്ദേഹത്തിനായി കേസ് വാദിച്ചതാകട്ടെ സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അലി ജിന്നയും. കേസിൽ അദ്ദേഹം ജയിക്കുകയും ചെയ്തു. ചരിത്രത്തിൽ നിന്നുള്ള ഈ ഏട് ജോൺ ബ്രിട്ടാസ് അനുസ്മരിച്ചപ്പോൾ ബഹ്റിൻ മന്ത്രിയുടെ കണ്ണു നിറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, ബഹ്റിൻ. 122ാമത് മാറാമൺ കൺവെൻഷന് പമ്പാ നദിക്കരയിൽ തുടക്കമായി. മാറാമൺ കൺവെൻഷനിൽ 6 മണിക്ക് ശേഷം സ്ത്രീകൾക്കുള്ള വിലക്ക് തുടരുമെന്ന് ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത പറഞ്ഞു. ചരിത്രത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നവർ പ്രശസ്തി ആഗ്രഹിക്കുന്നവരാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബിജേഷ് തരും കൂടുതൽ വിവരങ്ങൾ. ബിജേഷ്, കൺവെൻഷൻ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? 7 ദിവസത്തെ മാറാമൺ കൺവെൻഷനാണ് ഔദ്യോഗികമായിട്ട് ഇന്ന് തുടക്കമായിരിക്കുന്നത്. മാർത്തോമ സഭയുടെ കൃത്യമായ നിലപാടുകൾ വിശദമാക്കിക്കൊണ്ടുള്ള ഉദ്ഘാടന പ്രസംഗവും ഉദ്ഘാടന സമ്മേളനവുമായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. അതോടൊപ്പം അതിൽ കേന്ദ്ര സർക്കാർ രാജ്യ സുരക്ഷയ്ക്ക്, രാജ്യ പുരോഗതിക്ക് എന്ന് പറഞ്ഞ് നടപ്പിലാക്കിയ നോട്ട് നിരോധനം സാധാരണ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തി എന്നാണ് മാർത്തോമ സഭ അവരുടെ നിലപാടിലൂടെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം മാർത്തോമ കൺവെൻഷനിൽ വൈകിട്ട് 6:30-ക്ക് ശേഷം സ്ത്രീകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കാലങ്ങളായി തുടരുന്ന ഒരു നടപടിയാണ്. അത് മാറ്റണം എന്ന് കഴിഞ്ഞ യോഗത്തിൽ ഒരു സമയം ചിലർ ശ്രമിച്ചിരുന്നു. പക്ഷെ അത് നടന്നിരുന്നില്ല. അത് ഇന്നത്തെ സഭ ഉദ്ഘാടന സമ്മേളനത്തിൽ, കൺവെൻഷൻ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷൻ, അത് മാർത്തോമ സഭ അധ്യക്ഷൻ വിശദമാക്കുകയും ചെയ്തു. അത്തരത്തിൽ സ്ത്രീകൾക്ക് കൺവെൻഷനിൽ പങ്കെടുക്കാനുള്ള നിരവധി അവസരങ്ങളുണ്ട്. അതിന് പുറമെ 6 മണിക്ക് ശേഷം പങ്കെടുക്കണം എന്ന് വാശി പിടിക്കുന്നത് അത് സഭയ്ക്ക് ചേരുന്ന ഒരു നിലപാടല്ല. അത് കാലങ്ങളായി നമ്മൾ തുടരുന്നതാണ്. അത്തരത്തിൽ അതിനുവേണ്ടി വാശി പിടിക്കുന്നവർ മാധ്യമങ്ങളിൽ തങ്ങളുടെ പേര് വരാൻ വേണ്ടിയുള്ള ഒരു പ്രശസ്തി ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല തുടങ്ങിയ നിലപാടുകളാണ് മാർത്തോമ സഭ വ്യക്തമാക്കിയിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നടക്കം ലക്ഷക്കണക്കിന് പേരാണ് മാർത്തോമ സഭ മാറാമൺ കൺവെൻഷനിൽ പങ്കെടുക്കാൻ എത്തുന്നത്. 7 ദിവസങ്ങളിലായിട്ടാണ് പമ്പാ നദിക്കരയിൽ കൺവെൻഷൻ പുരോഗമിക്കുന്നത്. ഇൻഫോസിസ് ജീവനക്കാരി രസീല രാജുവിന്റെ കൊലപാതകത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ഡിവൈഎഫ്ഐ. IT മേഖലയിലെ സ്ത്രീകളുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ രാജ്യവ്യാപക പ്രക്ഷോഭത്തിലേക്ക് ഒരുങ്ങുകയാണ്. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് ഇമെയിൽ സന്ദേശം അയക്കും. പൂനെ ഇൻഫോസിസിലെ ജീവനക്കാരി രസീല രാജു കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നും സമഗ്ര അന്വേഷണം നടത്തണമെന്നുമാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടത്. മരണത്തിൽ ഏറെ ദുരൂഹതകൾ ഉണ്ടെന്നാണ് റസീലയുടെ അച്ഛനിൽ നിന്നും അനുജനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. അവധി ദിവസമായ ഞായറാഴ്ച എന്തിന് റസീലയെ ഒറ്റയ്ക്ക് ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നതായി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഞായറാഴ്ച ദിവസം എന്തിനു വരെ ജോലി ചെയ്യിച്ചു, അല്ലെങ്കിൽ നിയമപ്രകാരം ഗ്രീവൻസ് കമ്മിറ്റി നിയമങ്ങൾ പാലിക്കാതെ പോയത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. അപ്പോൾ സമഗ്രമായ ഒരു അന്വേഷണം അടിയന്തരമായി രസീലയുടെ പിതാവിൻ്റെയും സഹോദരൻ്റെയും മറ്റു ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ആവശ്യത്തിൻ്റെ ഭാഗമായി, സമൂഹത്തിൻ്റെ കൂടി ആവശ്യത്തിൻ്റെ ഭാഗമായി ഉണ്ടാകണമെന്നാണ് ഡിവൈഎഫ്ഐ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ആവശ്യപ്പെടുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും IT മേഖലയിലെ സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്നും ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപക ഇമെയിൽ ക്യാമ്പയിനും നടത്തും. സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ, വിവേചനങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രധാനമന്ത്രിക്ക് ഇമെയിൽ സന്ദേശം അയക്കാനാണ് ഡിവൈഎഫ്ഐ ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ മാസം 22-നാണ് ഇമെയിൽ ക്യാമ്പയിൻ നടത്തുന്നത്. പൊതുജനങ്ങൾക്ക് പുറമെ വിവിധ രാഷ്ട്രീയത്തിൽപ്പെട്ടവർ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവരെയും ക്യാമ്പയിനിൽ അണിനിരത്താനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കശ്മീരിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർ കൊല്ലപ്പെട്ടു. രാവിലെ ദക്ഷിണ കശ്മീരിലെ യാറിപ്പോറ ഗ്രാമത്തിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. 4 ഭീകരരെ സൈന്യം വധിച്ചു. കുൽഗ്രാം ജില്ലയിലെ യാരിപ്പാറയിലെ വീട്ടിൽ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് സൈന്യവും പോലീസും സംയുക്തമായി ശനിയാഴ്ച രാത്രി തിരച്ചിൽ ആരംഭിച്ചത്. മരിച്ചവർ 2 പേരും കശ്മീർ സ്വദേശികൾ തന്നെയാണെന്നാണ് പ്രാഥമിക വിവരം. സ്വാശ്രയ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ ആവശ്യപ്പെട്ടു. സ്ഥാപനങ്ങളെ വിദ്യാഭ്യാസ കൊള്ള നടത്തുകയും
വിദ്യാർത്ഥി വേട്ട നടത്തുകയും ചെയ്യുന്ന സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കർശനമായി നിയന്ത്രിക്കുന്നതിനെ കുറിച്ചുള്ള നടപടികൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിനൊരു രാഷ്ട്രീയ സമവായം തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ഒരു സർവകക്ഷി സമ്മേളനം വിളിക്കണമെന്ന് നേരത്തെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇനിയും അത് വൈകരുത്. ONV കുറുപ്പ് അന്തരിച്ചിട്ട് ഇന്ന് 1 വർഷം തികയുന്നു. കവിതയിൽ വാക്കിന്റെ ഇന്ദ്രശോഭ വിളയിച്ച ONV ഇല്ലാത്ത ഒരു സംവത്സരം മലയാള കവിതയ്ക്ക് സമ്മാനിച്ചത് നഷ്ടത്തിന്റെ 1 വർഷം കൂടിയാണ്. പകരം വെക്കാനാവാത്ത ദീഷ്ണശാലിയായ കവി തന്റെ രചനകളിലൂടെ ഇന്നും ജീവിക്കുകയാണ്. ഇന്ദീവരത്തിന്റെ പൂമുഖത്ത് ONVയുടെ ശബ്ദമില്ലാത്ത 1 വർഷം തികയുന്നു. മലയാള ചലച്ചിത്രവേദിയിലെ നിറഞ്ഞുകത്തിയ കൽവിളക്കിൽ ONV എന്ന ദീപം ഇന്നും ദീപ്തശോഭയോടെ പ്രകാശം ചൊരിയുന്നു. അധ്യാപകനും സംഘാടകനും രാഷ്ട്രീയക്കാരനുമായി വേഷപ്പകർച്ചകൾ പലതുണ്ടെങ്കിലും ONVയെ പാട്ടെഴുത്തുകാരനായി തന്നെയാണ് നാം ഓർക്കുക. ഗഗനചാരിയായ ഗന്ധർവന്മാർ വഴിതെറ്റി ഭൂമിയിലെത്താറുണ്ടെന്നത് ഒരു പഴയ മുത്തശ്ശി കഥയാണ്. കൊതിതീരെ പാടാൻ വേണ്ടി മാത്രം ഗന്ധർവലോകത്തു നിന്ന് ഭൂമിയിലേക്ക് പതിച്ച ONV ഇവിടെ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കാനാണ് മലയാളികൾക്ക്. മലയാളിയെ വിപ്ലവത്തിന്റെ ഗാഥ പറഞ്ഞുകൊടുത്ത യൗവനത്തെ പ്രണയിക്കാൻ പഠിപ്പിച്ച ONV. കവിതയുടെ കാരണവരായ ONVയുടെ വിടവും ഇരിപ്പിടവും ഇന്നും ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു. പകർത്തിയെഴുതാൻ കഴിയാത്തവണ്ണം പ്രൗഢോജ്ജലമായ ഒരു ഇതിഹാസ കാവ്യം പോലെ ONV മലയാളമുള്ളിടത്തോളം കാലം നിലനിൽക്കും. കൈരളിയെ ആ പേരിട്ട് വിളിച്ച വാക്കിന്റെ കുലപതിക്ക് ഞങ്ങളുടെ പ്രണാമം. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. SK പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ നാടകരൂപത്തിൽ കാഴ്ചക്കാരിലേക്കെത്തി. കോഴിക്കോട് ചന്ദ്രകാന്തം സാംസ്കാരിക വേദിയാണ് നാടകം അരങ്ങിലെത്തിച്ചത്. തെരുവിന്റെ കഥാകാരൻ SK പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥയെ ആസ്പദമാക്കിയ നാടകമാണ് അരങ്ങിലെത്തിയത്. SKയുടെ ഒരു കൃതിയെ ആധാരമാക്കിയുള്ള പ്രഥമ നാടകാവിഷ്കാരം കൂടിയായിരുന്നു അവതരിക്കപ്പെട്ടത്. മണ്ണിന്റെയും പച്ചയായ മനുഷ്യന്റെയും ഗന്ധമുള്ള കഥാപാത്രങ്ങൾ ഓരോന്നോരോന്നായി കാഴ്ചക്കാരിലേക്ക് വീണ്ടും വന്നിറങ്ങി. SK പൊറ്റക്കാടെന്ന കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട കഥാകാരനോടുള്ള സ്നേഹവും ആദരവും അവിടെ കാണാമായിരുന്നു. മിഠായി തെരുവും റെയിൽവേ സ്റ്റേഷനും കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട ഇടങ്ങളെല്ലാം നാടകത്തിൽ നിറഞ്ഞു നിന്നു. വിജയൻ V നായർ സംവിധാനം ചെയ്ത നാടകത്തിൽ ഹരീഷ് പണിക്കറാണ് SKയായി അരങ്ങിലെത്തിയത്. പുതിയറ ചന്ദ്രകാന്തം സാംസ്കാരിക വേദിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. MK രാഘവൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ സമദ് സമദാനി, മാമുക്കോയ തുടങ്ങിയ പ്രമുഖരും ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വയനാട്ടിൽ വരൾച്ച രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കാട്ടുതീക്കെതിരെ ബോധവൽക്കരണവുമായി വനം വകുപ്പ്. വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചാണ് വനത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ ബോധവൽക്കരണം നടത്തിയത്. ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മുത്തങ്ങ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലായിരുന്നു വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണം. 600-ലധികം വിദ്യാർത്ഥികളാണ് ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തത്. ഇതിന്റെ ഭാഗമായി വീടുകൾ കയറി വിദ്യാർത്ഥികൾ ലഘുലേഖകൾ വിതരണം ചെയ്തു. ദേശീയപാതയിൽ വാഹനങ്ങളിൽ പോകുന്നവർക്കും ലഘുലേഖകൾ നൽകി. കാട്ടുതീ തടയുന്നതിനുള്ള മാർഗങ്ങളെ പറ്റിയും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയും പിന്നെ മൊത്തത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്കറിയാലോ. ഓരോ വർഷം കൂടുന്തോറും വരൾച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. വീടുകൾ കയറിയുള്ള ബോധവൽക്കരണത്തിന് ശേഷം മുത്തങ്ങയിൽ അവലോകന യോഗവും നടന്നു. ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് പരിപാടിയിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വയനാട് വന്യജീവി സങ്കേതം, വയനാട് വൈൽഡ് ലൈഫ് സൊസൈറ്റി, സഞ്ചാരി ട്രാവൽ ഗ്രൂപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. മലയോര മേഖല കടുത്ത ജലക്ഷാമം നേരിടുമ്പോൾ ഇടുക്കി രാജാക്കാട്ടിലെ തങ്കപ്പന് പ്രകൃതി കുടിവെള്ളം കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിരിക്കുകയാണ്. വീട്ടുമുറ്റത്ത് പുതിയതായി നിർമ്മിച്ചിരിക്കുന്ന കുഴൽക്കിണറിൽ നിന്നുള്ള വെള്ളം കൊണ്ട് സമീപത്തെ പുഴയെ ജലസമൃദ്ധമാക്കുകയാണ് ഈ മലയോര കർഷകൻ. പൂ ചോദിച്ചപ്പോൾ പൂങ്കാവനം ലഭിച്ചുവെന്ന പഴഞ്ചൊല്ലു പോലെയാണ് രാജക്കാട് NR സിറ്റി വലിയ താഴത്ത് വീട്ടിൽ തങ്കപ്പന്റെ അവസ്ഥ. കനത്ത വരൾച്ചയെ തുടർന്ന് കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന കിണർ വറ്റിയതാണ് തങ്കപ്പനെ പുതിയ കുഴൽക്കിണർ കുഴിക്കാൻ പ്രേരിപ്പിച്ചത്.
ഇതനുസരിച്ച് വാസ്തുപ്രകാരം പുരയിടത്തിൽ സ്ഥാനം കണ്ടെത്തി കുഴൽക്കിണറും കുത്തി. ഇതോടെ കഥ മാറി. കുത്തിയ കുഴൽക്കിണറിൽ നിന്നും നിലയ്ക്കാത്ത ജലപ്രവാഹം കണ്ട് കിണർ കുത്തിയവരും തങ്കപ്പനും ഞെട്ടി. 680 അടി താഴ്ചയിൽ വെള്ളം ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു കിണർ കുത്തിയവർ. എന്നാൽ 282 അടി താഴ്ചയിൽ തന്നെ ജലം ലഭിച്ചു. ഒപ്പം പ്രകൃതിയുടെ വികൃതി എന്ന പോൽ നിലയ്ക്കാത്ത ജലധാരയും. കുടിവെള്ളമില്ലാതെ ഇപ്പോൾ കാലങ്ങളായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആറ്റിലെ വെള്ളം തന്നു. ഇപ്പം ഒരു മാർഗ്ഗമില്ലാതെന്ന് കഴിഞ്ഞപ്പം ഒരു കുഴൽക്കിണർ സാധനക്കാരനെ വിളിച്ച് കുഴൽക്കിണർ മുറ്റത്ത് തന്നെ കുത്തി വെള്ളം കണ്ടപ്പം തൊട്ട് ഇപ്പം നിറഞ്ഞു പോവുകയാണ്. എന്നാന്നറിയത്തില്ല. അപ്പം വെള്ളം ആറ്റിലേക്ക് തന്നെ തിരിച്ചു വിട്ടേക്കുവാണ്. പ്രകൃതി കനിഞ്ഞു നൽകിയ വരദാനം തങ്കപ്പൻ പാഴാക്കാൻ ഉദ്ദേശിച്ചില്ല. തറയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് സമീപത്തെ വറ്റിവരണ്ട പുഴയിലേക്ക് വെള്ളമൊഴുക്കി പുഴയെ ജലസമൃദ്ധമാക്കുകയാണ് തങ്കപ്പൻ. ജലധാര പ്രതിഭാസത്തെക്കുറിച്ച് ഭൂഗർഭ ജലവകുപ്പും പഠനം നടത്തിവരികയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. റെന്റ് കാർ ഇടപാടുമായി ബന്ധപ്പെട്ട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ 7 അംഗ ഗുണ്ടാ സംഘം അറസ്റ്റിൽ. ഗുണ്ടാക്രമണം ചേർക്കാൻ ശ്രമിച്ച യുവാവിന്റെ 4 വയസ്സുള്ള കുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചിട്ടാണ് തട്ടിക്കൊണ്ടുപോയത്. വിവരമറിഞ്ഞ് പിന്തുടർന്ന പോലീസ് ആലുവയിൽ വെച്ചാണ് പ്രതികളെ പിടികൂടിയത്. ചേർത്തല പൂച്ചാക്കിൽ സ്വദേശി ഷാനവാസിനെയാണ് സംഘം തട്ടിക്കൊണ്ടുപോയത്. ബന്ധുക്കളോടൊപ്പം ഒരു ചടങ്ങിൽ പങ്കെടുത്ത ശേഷം നെടുമ്പാശ്ശേരിയിലെ റിസോർട്ടിൽ വിശ്രമിക്കാൻ കാറിൽ പോകുമ്പോഴായിരുന്നു ആക്രമണം. മറ്റൊരു കാറിലെത്തിയ 7 അംഗ സംഘം ഷാനവാസിന്റെ കാർ തടഞ്ഞു നിർത്തി. മടിയിലിരുന്ന 4 വയസ്സുള്ള കുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചിട്ട ശേഷം പ്രതികൾ ഷാനവാസിനെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് ബന്ധുക്കൾ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് അന്വേഷണത്തിനൊടുവിൽ ആലുവ പറവൂർ കവലയിൽ വെച്ച് പ്രതികളെ പിടികൂടുകയായിരുന്നു. നെടുമ്പാശ്ശേരി SI GS ഹരി. തട്ടിക്കൊണ്ടുപോകപ്പെട്ട ഈ ഷാനവാസിന് ഈ 7 അംഗത്തിലെ 2 ആളുകളുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതായിട്ടാണ് നമുക്ക് പ്രാഥമികമായിട്ട് വിവരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ 2 അംഗങ്ങൾക്ക് പൈസ കൊടുക്കാനുള്ള ഉള്ള ഒരു സാഹചര്യത്തിലാണ് അവർ സംഘം ചേർന്ന് ഇവിടെ വരികയും ഇയാളെ ആക്രമിച്ച് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. അതിൽ 4 വയസ്സായ കുട്ടിയൊക്കെ ഭയന്ന് പോയിട്ടുണ്ട് ആ വണ്ടിയിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഇനി പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായി സ്വീകരിക്കുന്നതായിരിക്കും. അറസ്റ്റിലായ വെച്ചൂർ സ്വദേശികളായ വികാസ്, അഖിൽ, ചേർത്തല സ്വദേശികളായ രാജേഷ്, പ്രമോദ്, സജിത്ത്, പ്രശാന്ത്, നീരജ് എന്നിവരെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കി. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വേമ്പനാട്ട് കായലിലെ കക്ക ഉൽപാദനത്തിൽ വൻ ഇടിവ്. കായലിലെ ഉപ്പുവെള്ളത്തിന്റെ കുറവും മലിനീകരണവുമാണ് കക്ക ഉൽപാദനം കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. വേമ്പനാട് കായലിന്റെ തീരങ്ങളിൽ കക്കയെ ആശ്രയിച്ച് ജീവിക്കുന്നത് പതിനായിരങ്ങളാണ്. പഴയതുപോലെ കക്ക ലഭിക്കുന്നില്ല. തീരഗ്രാമങ്ങളിൽ എവിടെ ചെന്നാലും കേൾക്കുന്നത് ഈ പരിദേവനം മാത്രം. മുൻവർഷത്തെ അപേക്ഷിച്ച് കക്കയുടെ ലഭ്യതയിൽ 20% കുറവാണ് ഇത്തവണ ഉണ്ടായത്. ഇത്തവണ 1 ലക്ഷത്തോളം പാട്ട കക്കയുടെ വരവിൽ കുറവ് വന്നിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ മല്ലിക്കക്ക തന്നെ, ചെറിയ കക്ക തന്നെ ഇത് വീഴുമ്പോൾ തന്നെ കുറച്ചധികം തൊഴിലാളികൾ അത് വാരി നശിപ്പിക്കുന്നു. കായൽ ടൂറിസം വൻ വേഗതയിലാണ് വികസിക്കുന്നത്. ഒപ്പം കായൽ മലിനീകരണവും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളും കായലിൽ പ്രകടം. ഇതെല്ലാം കൂടിയാവുമ്പോൾ കായലിൽ കക്കയ്ക്ക് പഴയതുപോലെ വളരാനാവുന്നില്ല. വേമ്പനാട് കായലിലെ തെക്ക് ഭാഗത്തുള്ള കക്കയുടെ അളവ് കുറഞ്ഞതിനൊരു പ്രതിവിധിയായി പ്രത്യുൽപാദനം കൂടിയ കായൽ ബണ്ടിന് വടക്ക് ഭാഗത്ത് നിന്ന് തൊഴിലാളികൾ ശേഖരിച്ച് മറ്റു രീതിയിൽ വിൽക്കുന്ന കക്ക കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയും കായലിന് തെക്ക് ഭാഗത്ത് ഇത് വളരാൻ അനുയോജ്യമായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വേമ്പനാട് കായലിന്റെ തീരങ്ങളിലെ ആയിരങ്ങളാണ് കക്ക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. ഈ കായലിനെ സംരക്ഷിക്കാതെ ഈ മേഖലയെ സംരക്ഷിക്കാനാവില്ല. പീപ്പിൾ TVക്ക് വേണ്ടി മുഹമ്മയിൽ നിന്ന് K രാജേന്ദ്രൻ. കാസർഗോഡിന് മാനവികതയുടെയും മൈത്രിയുടെയും സന്ദേശം പകർന്ന സാംസ്കാരിക മഹോത്സവത്തിന് സമാപനമായി. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലാണ് 3 നാൾ നീണ്ടുനിന്ന ദക്ഷിണേന്ത്യൻ ജനസംസ്കൃതി സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചത്. കാസർഗോഡിന് അവിസ്മരണീയ അനുഭവമായി മാറി വൈവിധ്യ പരിപാടികളോടുകൂടിയാണ് ഈ സൗഹൃദ കൂട്ടായ്മ അവസാനിക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധങ്ങളായ കലാസാംസ്കാരിക പരിപാടികളാണ് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിലെ നിറഞ്ഞ സഹൃദയ സദസ്സിന് മുന്നിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി അരങ്ങേറിയത്. സാംസ്കാരിക പ്രഭാഷണങ്ങൾ, സംവാദങ്ങൾ, നാടൻകലകളുടെയും നാടകങ്ങളുടെയും അവതരണം, ഷഹനായി വാദനം ഉൾപ്പെടെയുള്ള സംഗീത പരിപാടികൾ തുടങ്ങിയവയെല്ലാം ജനസംസ്കൃതി സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. സമാപന ദിവസം വായനയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ ഗൗരവമേറിയ ചർച്ച നടന്നു. രാജ്യം നേരിടുന്ന പുതിയ വെല്ലുവിളികളിലൊന്നാണ് സാംസ്കാരിക ഫാസിസമെന്ന് സംവാദം ഉദ്ഘാടനം ചെയ്ത P. കരുണാകരൻ MP പറഞ്ഞു. നമ്മുടെ ഭരണഘടന പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പറയാറുള്ളത് നമ്മുടെ സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനം, സംസാരിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം
എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും നിങ്ങൾക്ക് അതിനെ എതിർത്തുകൊണ്ട് തന്നെ കേൾക്കുക എന്നുള്ളത് നിങ്ങളുടെ ചുമതല കൂടിയാണ്. ആ നിലയിലാണ് ജനാധിപത്യ സംവിധാനം. സാംസ്കാരിക രംഗത്തുള്ള കടന്നാക്രമണത്തിന്റെ അധീശത്വത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കതിനെ കാണാൻ കഴിയുന്നത്. അത് സ്വതന്ത്രമായ ആശയ പ്രചരണത്തിന് ജനാധിപത്യ സംവിധാനത്തിന് തന്നെ എതിരായിട്ടുള്ള സംഭവമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വായനയുടെ രാഷ്ട്രീയം എന്ന വിഷയം ഡോക്ടർ KS രവികുമാർ അവതരിപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ വൈശാഖൻ അധ്യക്ഷനായിരുന്നു. വൈസ് ചെയർപേഴ്സൺ ഖദീജ മുംദാസ്, കേന്ദ്ര സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി അഗ്രഹാര കൃഷ്ണമൂർത്തി, S രമേശൻ, ഡോക്ടർ AM ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരികോത്സവം സമാപന സമ്മേളനം കാസർഗോഡ് ജില്ലാ കലക്ടർ K ജീവൻ ബാബു ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.